ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സ് ആണ്. അത് പാസ്റ്റ് ടെൻസിലുള്ള സ്ട്രക്ചേഴ്സ്. പ്രീവിയസ് ലെസണിൽ നമ്മൾ പഠിച്ചത് പ്രസൻറ്റ് ടെൻസിലെ ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സ് ആണ്. ഇന്ന് പാസ്റ്റ് ടെൻസിലെ ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സ്. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ആവശ്യം വരുന്ന സ്ട്രക്ചേഴ്സ് ശ്രദ്ധിക്കുക. ആദ്യത്തെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് V2 ഫോം. V2 എന്നാൽ വേർബിൻ്റെ സെക്കൻഡ് ഫോം. സബ്ജക്റ്റിൻ്റെ കൂടെ V2 ഫോം, വേർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? V2 ഫോം എന്ന് പറയുന്നത് വേർബിൻ്റെ സെക്കൻഡ് ഫോം, പാസ്റ്റ് ടെൻസ് ഫോം. ഇപ്പോൾ ഓടുക എന്ന് പറയുന്നത് ഒരു വേർബാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് ഓടി. പാടുക എന്നതാണെങ്കിൽ പാടി എന്നതാണ് സെക്കൻഡ് ഫോം. നടക്കുക, നടന്നു. എഴുതുക, എഴുതി. വായിക്കുക, വായിച്ചു. അങ്ങനെ. അപ്പോൾ അതൊക്കെ പാസ്റ്റ് ടെൻസിൽ നടക്കുന്ന കാര്യങ്ങൾക്കല്ലേ നമ്മൾ വായിച്ചു, എഴുതി, പഠിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ സ്ട്രക്ചർ. ഇതിനെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ബുക്ക് എഴുതി. ഐ റോട്ട് എ ബുക്ക്. ഞാൻ ഒരു നോവൽ വായിച്ചു. ഐ റെഡ് എ നോവൽ. നോക്കൂ, റോട്ട് എന്നത് റൈറ്റ് എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. അതുപോലെ റീഡ് എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് റെഡ്. അപ്പോൾ വായിച്ചു എന്ന മീനിങ് കിട്ടി. ഐ വാക്ക്ഡ്, ഞാൻ നടന്നു. ഐ റാൻ, ഞാൻ ഓടി. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിനൊപ്പം ഉപയോഗിക്കാം. എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നതല്ല ഇത്തരം സ്ട്രക്ചേഴ്സ്. നമുക്ക് വേണമെങ്കിൽ ടൈം എക്സ്പ്രഷൻസും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ റെഡ് എ നോവൽ യെസ്റ്റർഡേ. ഇന്നലെ ഞാനൊരു നോവൽ വായിച്ചു. yesterday. He completed his work the day before yesterday. ഇന്നലെയല്ല, the day before yesterday. മിനിയാന്ന് അവൻ അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റഡ്, അതും വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, എപ്പോഴും യൂസ്ഫുൾ ആവുന്നതാണ്. ഇനി അടുത്ത സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. V3 എന്ന് പറയുന്നത് ഒരു വേർബിൻ്റെ തേർഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. ഫോർ എക്സാമ്പിൾ, ഗോ എന്നാൽ പോകുക. വെൻറ്റ് എന്നത് സെക്കൻഡ് ഫോമാണ്. ഗോൺ എന്നത് തേർഡ് ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ ഇത്തരം സ്ട്രക്ചേഴ്സിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് വേർബിൻ്റെ തേർഡ് ഫോമാണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പറയില്ലേ, പോയിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടായിരുന്നു, പാടിയിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഇതും പാസ്റ്റ് ടെൻസ് തന്നെയാണ്. പക്ഷേ ഇത് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഹാഡ്, സബ്ജക്റ്റിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3 ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഉപയോഗിക്കുന്നത്? രണ്ടും പാസ്റ്റ് ടെൻസ് ആണ്. ആദ്യം പറഞ്ഞത് പാസ്റ്റ് സിമ്പിൾ ആണ്, ഇപ്പോൾ പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഇന്നലെ ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഞാൻ പോയത് ഇന്നലെയാണ്, അതൊരു പാസ്റ്റ് ടെൻസിലെ കാര്യമാണ്. ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ എത്തിയപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തിയത് 1 o'clock. ഐ റീച്ച്ഡ് ദർ അറ്റ് 1 o'clock. റീച്ച്ഡ് ദർ അറ്റ് 1 o'clock. അവിടെ ഞാൻ ഉപയോഗിക്കുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ എത്തി. ഐ റീച്ച്ഡ് ദർ അറ്റ് 1 o'clock. ഇനി അവൻ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപല്ലേ അത് നടന്നത്? ഞാൻ എത്തുന്നതിന് മുൻപേ അവൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യം, അതും രണ്ടും പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ആദ്യം നടന്ന കാര്യം ഫുഡ് കഴിക്കലാണ്. അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കണം. അപ്പോൾ വെൻ ഐ റീച്ച്ഡ് ദർ മൈ ഫ്രണ്ട് ഹാഡ് ഈറ്റൻ ഫുഡ്. ഞാൻ അവിടെ എത്തിയപ്പോൾ അവൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന മീനിങ് കിട്ടി. അപ്പോൾ ആദ്യം നടന്ന കാര്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുതിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഈ സ്ട്രക്ചറിലാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഹാഡ് ഈറ്റൺ എന്നല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഹാഡ് പ്ലസ് V3 ഫോമാണ്. ഈറ്റ് എന്ന വേർബിൻ്റെ വേർബ് 3 അല്ലെങ്കിൽ തേർഡ് ഫോമാണ് ഈറ്റൺ. അങ്ങനെയുള്ള മീനിങ്ങിലാണ് ആ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ വെറുതെ സാധാരണ പറയുമ്പോൾ നമുക്ക് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഗോൺ ദർ. ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് റെഡ് ദ ബുക്ക്. ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് വർക്ക് ദർ. അങ്ങനെയൊക്കെ ഉപയോഗിക്കാം.
അപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന മീനിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്. ഹി ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്. അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ സ്ട്രക്ചർ പാസ്റ്റ് സിമ്പിൾ, ഇപ്പോൾ ചെയ്തു എന്നാണെങ്കിൽ രണ്ടാമത് പറഞ്ഞ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന മീനിങ് ആണ്. ഇനി അടുത്ത സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 ഫോം. സബ്ജക്റ്റിൻ്റെ കൂടെ ഡിഡ് എന്നുപയോഗിക്കുക പ്ലസ് V1 ഫോം എന്ന് പറയുന്ന വേർബിൻ്റെ ബേസ് ഫോം തന്നെയാണ്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മളതിനെ വളരെ സ്ട്രെസ് ചെയ്തിട്ട് ചെയ്തു എന്നതിന് പകരം ഞാൻ ചെയ്തു എന്നത് വളരെ വളരെ സ്ട്രെസ് ചെയ്തിട്ട് പറയുക. അപ്പോഴാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഐ വർക്ക് ദർ എന്ന് പറയുമ്പോൾ ഞാനവിടെ വർക്ക് ചെയ്തു എന്നാണ്. അതേസമയം ഐ ഡിഡ് വർക്ക് ദർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നതിന് നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തിട്ട് പറയുകയാണ്. ഞാനിവിടെ വന്നു എന്ന് പറയുമ്പോൾ വേറൊരാൾ പറയുകയാണ് ഏയ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക? വളരെ സ്ട്രെസ് ചെയ്ത് ഞാനിവിടെ വന്നു എന്ന് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നതിന് ഐ ഡിഡ് കം ഹിയർ എന്നാണ് പറയുക. ഐ കെയിം ഹിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നു. ഐ ഡിഡ് കം ഹിയർ. അപ്പോൾ ഡിഡ് സബ്ജക്റ്റ് കഴിഞ്ഞ് ഡിഡ് ഉപയോഗിച്ചു. പിന്നെ ഉപയോഗിച്ചത് കം വേർബിൻ്റെ ബേസ് ഫോമാണ്. ഐ വർക്ക് ഹിയർ, ഞാനിവിടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് അത്ര വലിയ സ്ട്രെസ്സൊന്നുമില്ല, ഒരു സാധാരണ സെൻറ്റൻസാണ്. ഐ ഡിഡ് വർക്ക് ഹിയർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വർക്ക് ചെയ്തു എന്നതിന് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നു. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 ഫോമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഹി ഡിഡ് ഗോ ടു കോളേജ് എന്ന് പറഞ്ഞാലോ അവൻ കോളേജിൽ പോയി എന്ന കാര്യം വളരെ സ്ട്രെസ് ചെയ്ത് പറയുന്നു. ഹി ഡിഡ് ഗോ, ഡിഡ് പ്ലസ് V1 ഫോമാണ് ഗോ. ഇനി അടുത്ത സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് സ്റ്റാർട്ടഡ് പ്ലസ് V പ്ലസ് ING. V പ്ലസ് ING എന്ന് പറഞ്ഞാൽ ING ഫോം ഓഫ് ദ വേർബ്. സബ്ജക്റ്റിൻ്റെ കൂടെ സ്റ്റാർട്ടഡ് എന്നാൽ തുടങ്ങി. പിന്നെ ഉപയോഗിക്കുന്നത് ഒരു വേർബിൻ്റെ എന്താണ് തുടങ്ങിയത് ആ വേർബിൻ്റെ ING ഫോം. ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ അവൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് വാച്ചിങ് ദ TV എന്ന് പറഞ്ഞാൽ അവൻ TV വാച്ച് ചെയ്യാൻ തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു മീ എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് എന്ന വേർഡ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് ING ഫോം ഓഫ് ദ വേർബാണ്. ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് എന്ന് പറഞ്ഞാലോ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ഹി സ്റ്റാർട്ടഡ് ലേണിംഗ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. ഇനി അടുത്ത സ്ട്രക്ചർ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ഇത് പാസ്റ്റിലെ ഒരു ഹാബിറ്റ് കാണിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഹി യൂസ് ടു കം ഹിയർ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വരാറുണ്ടായിരുന്നു. വരിക എന്ന കാര്യം ഒരു ഹാബിച്വൽ ആക്ഷനായിട്ട്, അതായത് പതിവായിട്ട് ചെയ്യാറുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അവന് ഇപ്പോൾ അതില്ല. അതാണ് പാസ്റ്റിലെ ഒരു ഹാബിറ്റ് കാണിക്കുന്നതിനാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് V1 ഫോം ഓഫ് ദ വേർബാണ്. ഹി യൂസ് ടു കം ഹിയർ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വരാറുണ്ടായിരുന്നു, അതായത് വരിക പതിവായിരുന്നു. ഷീ യൂസ് ടു കോൾ മീ എന്ന് പറഞ്ഞാലോ അവൾ യൂസ് ടു കോൾ മീ, എന്നെ വിളിക്കുക പതിവായിരുന്നു. അതൊരു ഹാബിറ്റായിട്ട് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, പാസ്റ്റ് ഹാബിറ്റ്. ഇപ്പോൾ ഇല്ല. വി യൂസ് ടു ഗോ ദർ, ഞങ്ങൾ അവിടെ പോകാറുണ്ടായിരുന്നു, അതായത് ഞങ്ങൾ അവിടെ പോകുക പതിവായിരുന്നു, അന്ന് ചെയ്തിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് പ്ലസ് യൂസ് ടു പ്ലസ് വേർബിൻ്റെ V1 ഫോമാണ്, ബേസ് ഫോം. വി കെയിം ഹിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നു എന്നല്ലേ. അതേസമയം വി യൂസ് ടു കം ഹിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വരിക എന്നത് പതിവായിരുന്നു എന്നാണ്. വി കെയിം ഹിയർ എന്നത് ഒരു സിംഗിൾ ആക്ഷനാണ്. അതേസമയം പതിവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിനാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് കുഡ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു, എനിക്ക് പാടാൻ കഴിഞ്ഞു, എനിക്ക് ഓടാൻ കഴിഞ്ഞു, എനിക്ക് പാട്ടുപാടാൻ കഴിഞ്ഞു, എനിക്ക് നടക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയില്ലേ, കഴിഞ്ഞു, അത് പാസ്റ്റിൽ. അപ്പോൾ കോണ്ടെക്സ്റ്റിൽ നമുക്ക് കുഡ് ഉപയോഗിക്കാം. ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞു. ഐ കുഡ് സിംഗ് എ സോങ് എന്ന് പറഞ്ഞാലോ എനിക്ക് ഒരു പാട്ട് പാടാൻ കഴിഞ്ഞു. ദേ കുഡ് ഡാൻസ് വെൽ, അവർക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ കഴിഞ്ഞു. ദേ കുഡിൻറ്റ് റൈറ്റ് ദിസ്, അവർക്ക് ഇത് എഴുതാൻ കഴിഞ്ഞില്ല. കുഡിൻറ്റ്
കുഡ് പ്ലസ് നോട്ട്, കുഡിൻറ്റ്, അത് എഴുതാൻ കഴിഞ്ഞില്ല, ഒരു നെഗറ്റീവ് മീനിങ് വന്നു. ഹി കുഡ് സോൾവ് ദ പ്രോബ്ലം, അവന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ മനസ്സിലായല്ലോ കുഡ് എന്നതിൻ്റെ ഉപയോഗം. പാസ്റ്റ് ടെൻസിൽ നമുക്ക് അത് ഉപയോഗിക്കാം. സബ്ജക്റ്റ് പ്ലസ് കുഡ് പ്ലസ് V1 ഫോം. ഇനി അടുത്ത സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് കെപ്റ്റ് പ്ലസ് ING ഫോം ഓഫ് എ വെർബ്. കെപ്റ്റ് ഡൂയിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്ന ഒരു പ്രവൃത്തി തുടർന്നു. കെപ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതുക എന്ന ഒരു പ്രവൃത്തി തുടർന്നു, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് തുടർന്നു എന്നാണ്. കെപ്റ്റ് എന്ന് അവിടെ ഉപയോഗിക്കുന്നത് അതിനാണ്. കീപ്പ് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കെപ്റ്റ്. ഐ കെപ്റ്റ് വാച്ചിങ് TV എന്ന് പറഞ്ഞാൽ ഞാൻ TV കാണൽ തുടർന്നു. ഐ കെപ്റ്റ് ടോക്കിംഗ് ടു ഹിം, ഞാൻ അവനോട് സംസാരിക്കുക എന്ന ഒരു കാര്യം തുടർന്നു. ഇനി അടുത്ത സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. വുഡ് നമുക്ക് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം. പാസ്റ്റിലെ ഒരു ഹാബിറ്റ് കാണിക്കുന്നതിന് നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഐ വുഡ് ഗോ ദർ എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. വെൻ ഐ വാസ് എ ബോയ് ഐ വുഡ് പ്ലേ ക്രിക്കറ്റ്, ഞാൻ ഒരു ബോയ് ആയിരുന്നപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. വെൻ ഐ വാസ് ഇൻ സ്കൂൾ ഐ വുഡ് പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, ഐ വുഡ് പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ കുട്ടികളുമായിട്ട് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുമായിരുന്നു. ഇവിടെ വുഡ് പ്ലസ് V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു പാസ്റ്റ് ഹാബിറ്റ് കാണിക്കുന്നതിനാണ്. ഇപ്പോൾ എല്ലാ സ്ട്രക്ചേഴ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാസ്റ്റ് ടെൻസിൽ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന വളരെ യൂസ്ഫുൾ ആവുന്ന ചില സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണത് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഐ റോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി. ഇവിടെ റോട്ട് വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. സബ്ജക്റ്റ് പ്ലസ് V2 ഫോമാണ് അവിടെ ഉപയോഗിച്ചത്. അടുത്ത സ്ട്രക്ചർ ഐ ഹാഡ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉപയോഗിച്ചത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം. റിട്ടൺ എന്നത് റൈറ്റ് എന്ന വേർബിൻ്റെ V3 ഫോമാണ്. ഐ ഡിഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുക തന്നെ ചെയ്തു എന്ന മീനിങ് വളരെ സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നതാണ്. ആ ഒരു പ്രവൃത്തിക്ക്, ആ എഴുതുക എന്ന ഒരു ആക്ടിവിറ്റിക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നു. ഐ ഡിഡ് റൈറ്റ്. അവിടെ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്, ഞാൻ എഴുതാൻ തുടങ്ങി. അവിടെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് സ്റ്റാർട്ടഡ് പ്ലസ് വേർബിൻ്റെ ING ഫോം. ഐ യൂസ്ഡ് ടു റൈറ്റ്, ഞാൻ എഴുതുക പതിവായിരുന്നു. മുൻപ് പാസ്റ്റ് ഹാബിറ്റ്. സബ്ജക്റ്റ് പ്ലസ് യൂസ് ടു പ്ലസ് V1 ഫോം. അടുത്തത് ഐ കുഡ് റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിഞ്ഞു. ഐ കുഡ് റൈറ്റ്. സബ്ജക്റ്റ് പ്ലസ് കുഡ് പ്ലസ് V1 ഫോം. നെക്സ്റ്റ് വൺ ഐ കെപ്റ്റ് റൈറ്റിംഗ്, ഞാൻ എഴുതൽ തുടർന്നു. ഞാൻ റൈറ്റിംഗ് തുടർന്നു. സബ്ജക്റ്റ് പ്ലസ് കെപ്റ്റ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ലാസ്റ്റ് വൺ ഐ വുഡ് റൈറ്റ്, ഞാൻ എഴുതാറുണ്ടായിരുന്നു. അത് ഒരു പാസ്റ്റ് ഹാബിറ്റാണ്. സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും ഇത് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന സ്ട്രക്ചേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക.